രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന MP ആണ്. അദ്ദേഹം ഒരു തരത്തിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നേയില്ല. വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുക. രാഹുൽ ഗാന്ധിക്ക് PFI, പിണറായി വിജയന് PDP. ഇത്ര നല്ല സൗഹൃദം വേറെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? രാഹുൽ ഗാന്ധിക്ക് പോപ്പുലർ ഫ്രണ്ട്, പിണറായി വിജയന് PDP. എല്ലാ വർഗീയതയെയും എതിർക്കുന്നുവെന്നാണ് ഇവർ പറയുന്നത്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും അപകടമാണ് എന്ന് എപ്പോഴും പറയുന്ന പാർട്ടികൾ ഇടതുപക്ഷത്തിന്റെ നയമാണോ PDP പോലുള്ള വർഗീയ ശക്തികളെ കൂട്ടുകൂടുന്നത്? സ്വാതന്ത്ര്യം നേടിത്തന്ന പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ് നിരോധിത ഭീകരവാദ സംഘടനയുമായിട്ട് കൂട്ടുകൂടുന്നു. വർഗീയ ശക്തികളുടെ പിൻബലത്തിലാണ് LDFും UDFും മത്സരിക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കാണാതെയാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ജനങ്ങളെ മതപരമായി ധ്രുവീകരിച്ച് വോട്ട് നേടാനാണ് അവർ ശ്രമിക്കുന്നത്. കേരള സ്റ്റോറിയാണ് മുഖ്യമന്ത്രിക്ക് ഏറ്റവും വലിയ തലവേദന. അദ്ദേഹം പറഞ്ഞു ഇതാണ് ഇവിടുത്തെ പ്രശ്നം എന്നാണ്. ഒരു സിനിമ കാണിക്കുന്നതാണോ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം? കേരള സ്റ്റോറി കാണിക്കാൻ ആളുകൾ താല്പര്യം കാണിക്കുന്നു, അത് കാണാൻ ആളുകൾ കൂടുന്നു. തെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രിയുടെ പ്രധാന അജണ്ട CAAയും കേരള സ്റ്റോറിയുമാണ്. CAA എങ്ങനെയാണ് കേരളത്തെ ബാധിക്കുന്നത്? ഈ രാജ്യത്തെ ജനങ്ങളെ CAA എവിടെയാണ് ബാധിക്കുന്നത്? കോൺഗ്രസിന്റെ മണിപ്പൂർ MP സ്ഥാനാർത്ഥി പറയുകയാണ് പൗരത്വ നിയമം വേണം, പൗരത്വ രജിസ്റ്റർ വേണം, NRC നടപ്പാക്കണം. ഇന്നലെ പത്രത്തിൽ നിങ്ങൾ കണ്ടു കാണും. ഇവിടെ വന്നാൽ ഇതെല്ലാം ചർച്ചാ വിഷയമാണ് തെരഞ്ഞെടുപ്പിന്. രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല, വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നില്ല, അവരുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തുന്നില്ല. എല്ലാം വർഗീയതയെ കൂട്ടുപിടിച്ചുള്ള പ്രചാരണമാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ ഇത്തവണ തള്ളിക്കളയും. NDA ശക്തമായിട്ട് ഇത്തവണ മുന്നോട്ട് വരും. കൊല്ലം ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകളിൽ ഒന്നാണ്. ഇത്തവണ NDA വിജയിക്കുന്ന സീറ്റുകളിൽ ഒന്ന് കൊല്ലമായിരിക്കും.